ജോൺ കിരി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളെന്നുള്ളത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ അൽത്താഫൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും നായകനും നായികയുമായിട്ടുള്ള ഓടും കുതിര ചാടും കുതിരയുടെ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്, 3 നില കെട്ടിടമാണ്. ഇപ്പോൾ പ്രൊഡക്ഷനിലെ പ്രതാപൻ ചേട്ടൻ്റെ ശ്രദ്ധയിലാണ് അത് ആദ്യം പെടുന്നത്. ആ 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു വല ഉണ്ടായിരുന്നു. ആ വലയുടെ കുരുങ്ങിയ നിലയിൽ ഒരു പ്രാവിനെ കാണുകയും അങ്ങനെ ആ പ്രാവിനെ രക്ഷിക്കാനായിട്ട് ഫിലിമിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഗോഡ സിനിമ ഷൂട്ടിങ്ങിനായി കൊണ്ടുവന്ന ഗോഡയിലെ ചേട്ടന്മാർ ആ ഗോഡ 3 നില പൊക്കത്തിൻ്റെ ഉയരത്തിനിട്ട് അവിടേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ പ്രാവിനെ രക്ഷിക്കാൻ. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള സുധർമ്മൻ ചേട്ടനും മാനേജർമാരായിട്ടുള്ള പൃഥ്വി ചേട്ടനും എസാൻ ചേട്ടനുമൊക്കെ അതിനെ രക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഗോഡയിലെ ചേട്ടന്മാരും അതുപോലെ തന്നെ ഫിലിം ക്രൂവിലുള്ളവരും എല്ലാം കൂടെ ചെന്ന് അതിനെ ഉയരമിട്ട് ആ 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ആ പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ അവർ ആ ഗോഡ സെറ്റ് ചെയ്യുന്നു. ആ ഗോഡ സെറ്റ് ചെയ്യാൻ നമ്മുടെ എല്ലാ ക്രൂവിലുള്ള അന്നേരം ഫ്രീ ആയിട്ട് നിന്ന് എല്ലാവരും സഹായിക്കുന്നു. അങ്ങനെ അവർ അത് വളരെ പെട്ടെന്ന് തന്നെ, ഒരു ചെറുതാണെങ്കിലും ഒരു ജീവനാണ്, അതിൻ്റെ ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവർ ആ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. 3 നില പൊക്കത്തിൻ്റെ ഉയരത്തിന് ആ ഗോഡ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചുറ്റുപാടുകളിലുള്ള ചെറിയതെന്ന് തോന്നാമെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകം നന്ദി പറയേണ്ട ഗോഡയിലെ ചേട്ടന്മാരോടാണ്. അവർ ആ 3 നില പൊക്കത്തിൻ്റെ ഉയരത്തിന് ഗോഡ സെറ്റ് ചെയ്യുകയും നമ്മുടെ ക്രൂവിലുള്ളവരും ഫിലിമിലെ ക്രൂവിൽ അന്നേരം ഫ്രീ ആയിട്ട് നിന്നവരെല്ലാം അതിനെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ അവരത് ഗോഡ ആ പ്രാവ് കിടക്കുന്ന ആ കുരുങ്ങി കിടക്കുന്ന ആ 3 നില പൊക്കത്തിൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്തെത്തുകയും ആ വലയിൽ നിന്ന് ആ പ്രാവിനെ രക്ഷിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനെ ആ വലയിൽ നിന്നും ആ കുരുക്ക് അഴിച്ചെടുത്തുകൊണ്ട് അതിനെ സ്വതന്ത്രമാക്കുന്ന ആ ഒരു ദൃശ്യമാണ്. ഇതിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഇത്രയും ടോപ്പിൽ ഈ ഗോഡ അവർ വളരെ പെട്ടെന്ന് തന്നെയാണ് സെറ്റ് ചെയ്തത്. അങ്ങനെ അവർ ആ പ്രാവിനെ, കുരുങ്ങിക്കിടക്കുന്ന പ്രാവിനെ വലയിൽ നിന്നും അഴിച്ചെടുക്കുന്ന, അതിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ വളരെ സാഹസികമായിട്ട് അതിനെ ആ വലയിൽ കുരുങ്ങിക്കിടന്ന പ്രാവിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ ചേട്ടന്മാരുടെ കയ്യിലിപ്പോൾ പ്രാവ് ഇരിപ്പുണ്ട്. അതിനെ അവരത് എടുത്ത് അതിനെ സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. ചേട്ടൻ അതിനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വലയിൽ നിന്നും അതിനെ രക്ഷിച്ചു. ഇനി അതിനെ പറത്തി വിടാൻ പോവുകയാണ്. അത് പറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ചെറുതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്ന ചേട്ടൻ